എയർ ഫ്രയറൊക്കെ മേടിച്ചിട്ട് മീനാവലാണ്. എൻ്റെ റബ്ബേ, എന്താ നിങ്ങൾക്ക് പണി? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ല, പോകാൻ വേണ്ടി മാറ്റി നിൽക്കാണ് ഗൈസ്. ടാറ്റ് പോയിട്ട് വരാൻ പറയും. ഇമ്മമാൻ്റെ ടിൻസാ ഗൈസ്. നമ്മളങ്ങനെ നമ്മളെ വീട്ടിലെത്തി. നമുക്കൊരു സർപ്രൈസ് നിൽക്കുന്നുണ്ട് വീട്ടില്. അതവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചത്. ഞങ്ങൾ മനസ്സ് വായിച്ചറിയാൻ പ്രാവശ്യം ഞങ്ങളെ രണ്ട് മാപ്പിളാരെ കൊടുത്തിട്ടില്ല. എന്താ പറയാ. ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരമായി. ഞങ്ങൾക്ക് രാവിലെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഈവനിങ് അത്ര അയക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ, എന്താണ്, ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. വെറുതെ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പോൾ രാവിലെ ഒരു എന്താ പറയുക, ഒരു കടിപിടിച്ചിട്ട് ഞങ്ങളൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ അതൊക്കെ കൂട്ടി കഴിച്ചു. അങ്ങനെ ഉറക്കം കഴിഞ്ഞ് എണീറ്റു. മക്കൾക്കൊക്കെ ഇനി ചായ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ, ഞാൻ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഫിദ അടുക്കളയിൽ നല്ല പണിയിൽ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ലോട്ടർ ഫ്രൈസ് ഉണ്ടാക്കാത്ര. അപ്പോൾ ഫിദയുടെ സ്പെഷ്യലായിട്ട് ലോട്ടർ ഫ്രൈസ് എങ്ങനെ കഴിക്കാൻ പറ്റുമോ? എന്തായാലും കഴിച്ച് തീർക്കണം, പറ്റില്ലെങ്കിലും. അപ്പോൾ നമുക്ക് ലോട്ടർ ഫ്രൈസ് കഴിക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലെയിമായിട്ട് ഉണ്ടാക്കിക്കണം. എയർ ഫ്രയറൊക്കെ മേടിച്ചിട്ട് മീനാവലാണ്. എന്താണോ കാണാനൊക്കെ നല്ല കുഴപ്പമൊന്നുമില്ല. ചീസൊക്കെ ഇട്ടിട്ടേ ഇത് മെൽറ്റാക്കി ഇരുന്നങ്ങനെ ഡേറ്റ് ചെയ്യില്ല. അപ്പോൾ നല്ല ലൈം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വിളിച്ചു. ഈ മക്കളൊന്നിനായിട്ടില്ല. എന്താണ് എൻ്റെ റബ്ബേ, എന്താ നിങ്ങൾക്ക് പണി? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ടില്ല, ഇവരെ നോക്കാൻ ഏൽപ്പിച്ചതാണ്. രണ്ടാളും കൊമ്പത്ത് കയറിക്കണം. ഇങ്ങോട്ട് ഇറങ്ങടി. ഇല്ലാന്നോ? ഇങ്ങോട്ട് ഇറങ്ങടാ. ഈ സോഫയിൽ കേറിയിട്ട് ഇവിടെ കേറി നിൽക്കുന്ന പോലെ രണ്ടാളും പണി. അതാ ഇതാണ് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റായി. ഇവലെ രണ്ടാളും നോക്കണ്ടേനും. നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടായാലും ഓല് കൊമ്പത്ത് കേറിക്കും. എന്തുണ്ടായിട്ടെന്താ, അതൊന്നും വേണ്ട. ഇനിയിപ്പോൾ രണ്ടാളും കസാലയിൽ കയറി. ഇവരൊക്കെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ എന്താ ഡേ മൈ ലൈഫും വ്ളോഗൊക്കെ ചെയ്യാം. രസമുണ്ടോ? എന്താ, ഒരാളപ്പുറത്ത് കൂടെ കയറണം, ഒരാളപ്പുറത്ത് കൂടെ കയറണം. ലാസ്റ്റ് ഇത് കരച്ചില്ലാണ് അവസാനിക്കുക. കിട്ടണില്ലല്ലോ. എൽജിയിൽ 2 ടീസ്പൂൺ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല. ഇനി റിച്ച് കഴിച്ചോക്ക. ടേസ്റ്റ് ഉണ്ടോ? എന്താ ടേസ്റ്റ്? മുപ്പത് കാണും. ഓൾക്ക് താത്താവണം എനക്ക്.
പിന്നെന്താ പാട്? എരില്ല, കുട്ടികളുടെ എല്ലാം വെച്ചിട്ട് എരിവിട്ടിടില്ല. റഫിക്കോണ്ടേ മാസ്റ്റല്ല, ലോഡർ ഫ്രൈസ്. ടേസ്റ്റ് ഇല്ലാന്നുണ്ടോ? ഉപ്പ് കമ്മിയുണ്ട് 2 മണി. എഴുതാറിയോ? ഫ്രഞ്ച് ഫ്രൈസില് എൽസിനെ മേലെ പോവാം നമുക്ക്. വായ നമുക്ക് മേലെ പോവാം. താത്ത തരുന്നില്ലല്ലോ കട്ട. എൽസിനെ ഓളെ 2 കട്ട എടുത്തിട്ട് അപ്പൊ അത് ഓളെന്നെ കരഞ്ഞു മേടിച്ചു. അപ്പൊ ഇനി ഞങ്ങള് മേലേക്ക് പോവാന്ന് പറഞ്ഞ ഓളെ കൊണ്ടുപോകണില്ല പറഞ്ഞപ്പോൾ തിരിച്ചു കൊടുക്കണമൊക്കെ ഏതോള് വളർത്തിന്നറിയാം. പാവാണ് വന്നത്. പാവാ ഇപ്പൊ എന്താ സ്നേഹം, ഞങ്ങൾ മേലേക്ക് കൊണ്ടുപോകില്ല പറഞ്ഞപ്പോ ഞങ്ങളെ റൂമിക്ക്. അപ്പോൾ ഗൈസ് നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പത്തിനും മൈരുതിയായി. നമ്മൾ നിസ്കാരവും കാര്യങ്ങളും റിച്ചുവിൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. എവിടേക്കാ പോണേസാ? ടാറ്റ് പോവാണ് കേട്ടോ ഞങ്ങള്. എവിടേക്കാ പോണേ? മൂത്തമ്മാൻ്റെ വീട്ടിക്ക് പറയേ. ആ മൂത്തമ്മ അല്ല കേട്ടോ, ഉമ്മ കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിക്ക് പോവാട്ടോ. ഉമ്മച്ചിനെ കൊണ്ടുപോവാ? ഇച്ചുണ്ട്, അമ്മണ്ട്, ഉമ്മച്ചിണ്ട്. നമ്മളെന്താ പറക്ക ചെയ്യണ്? 2 ഉമ്മച്ചികൾക്കും ഡ്രൈവിംഗ് അറിയില്ല കേട്ടോ. എന്താ അഞ്ച് പറത്ത് കുറേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ വേണ്ടി റെഡി ആവാട്ടോ. പോയി മാറ്റി ഡ്രസ്സ് മാറ്റി നമുക്ക് ടാറ്റ പോണ്ടേ? മക്കൾക്ക് എവിടേക്കേലൊക്കെ ഒന്ന് ഇറങ്ങണം. മക്കളെ പേരും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ അറിയും. അപ്പൊ എന്തായാലും റിയാസാക്കിന്റെ വീട്ടിൽ പോകണ്ട. അപ്പൊ പിന്നെ നമ്മളും കൂടി പോയപ്പോ എന്താ തള്ളെന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ പോവാൻ വേണ്ടി മാറ്റി നിക്കാണ് ഗൈസ്. ടാറ്റ് പോയിട്ട് വരാൻ പറയും ഇമ്മമാന്റെ. അപ്പത്തിന് ഇവിടെ എവിടെ നിന്നാ നിക്കേ ടിൻസാ. ഇങ്ങോട്ടൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിക്കണം. നമ്മളെവിടക്ക പോണേ? മാഞ്ചേരിക്കാ? എവിടക്ക പോണ അച്ഛനെ? ആ മേമിച്ച് ഉണ്ടാക്കിയത് ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങള് എന്തുണ്ടാക്കി? ലോഡർ ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു മേമിച്ച്. നമ്മളങ്ങനെ നമ്മളെ വീട്ടിലെത്തി. പ്രകാശ പോവാ ചക്കപ്പഴം കിട്ടിയിട്ട് മെറുകയോട് ഒന്നല്ലെങ്കില് പോവാ നമുക്ക്. വായോ ആദ്യം അടിച്ചിട്ടൊക്കെ പോണേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇടയൂർ പോയി വന്നു. ഇപ്പോൾ ഇവിടെ കുളമംഗലത്ത് എന്താ അടിക്കണമെന്ന് പറയാ? ചിക്കൻ പീസ് മേടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. വീട്ടിൽ നല്ല ഷീനു ഉണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് സൈഡായിട്ട് പറ്റാത്ത വെജിറ്റബിൾ ബിരിയാണി. എന്നിട്ട് ഉപ്പില്ലല്ലോ. ഇപ്പാക്ക് എന്തോ പ്രഷർ കൂടിയിട്ടാണ്. ഇപ്പാക്കും ഉമ്മാക്കും ഉപ്പ് കൂടിയത്. എനിക്ക് പ്രഷർ കുറവാണ്. അപ്പൊ എനിക്ക് എത്ര ഇട്ടാലും ഉപ്പുണ്ടെന്ന് തോന്നൂല. എനിക്ക് നോർമലാണേ. അപ്പൊ എനിക്ക് ഉപ്പുണ്ടായിരുന്നു. കണക്കാ എനിക്ക് നോർമലായിരുന്നു. നിങ്ങളെ പോക്കി കുറവില്ല. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നൈറ്റിലെ വിശേഷങ്ങൾ. പിന്നെ നമുക്കൊരു സർപ്രൈസ് നിൽക്കുന്നുണ്ട് വീട്ടില്. അത് അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചു തരാം.
ഞങ്ങൾ ഇളയച്ചൻ കൊടുത്തയച്ച സർപ്രൈസ് ആണ്. രണ്ടും മൂത്തച്ഛൾക്ക് വേറെ രണ്ട് മൂത്തച്ഛകൾക്ക്. കാരണം ഞങ്ങള് മനസ്സറിയണ നോക്കിക്കോളൂ. നൈസില് ഒന്നും പറയാനില്ല, അതാണ്. ഒതുക്കി. അവ നമ്മള് വീട്ടിലെത്തിയിട്ട് ആ സർപ്രൈസ് കാണിച്ചു തരട്ടെ നിങ്ങൾക്കും കൂടി. ചിരിക്കുന്നോ? ചീത്തറ ചിരിക്കേ. വികൃതിച്ച് കൊടുക്കൂട് വാപ്പാക്ക് 2 അടി കുറവുണ്ട്. ഓയ് പപ്പ എവിടെ? പപ്പ എവിടെ? പപ്പ ഇല്ല. പപ്പ പോന്നിട്ടില്ല. അതാ പപ്പ ഇല്ലല്ലോ. അപ്പൊ നമ്മള് ചിക്കൻ പീസ് കിട്ടിയിട്ടുണ്ട്. നമ്മള് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്ക. എന്താ മേടിച്ചോ? എന്താ മേടിച്ചത്? എച്ചി മേടിച്ച മൂത്തമ്മക്കുണ്ടാ? ആർക്കൊക്കെ ഉണ്ട് എച്ചി? ഓക്കെ. നല്ല മണം. കൊടുത്തു കുട്ടിക്ക്. വയൽ വെള്ളം ഓർന്നു നോക്കി ഇന്നപ്പോ തരാം. ഏച്ചാ മൂത്തമ്മക്ക് കാട്ടടി. അത് നല്ല കുട്ടിയുടെ മൂത്തമ്മന്റെ. നക്കിക്ക് നന്ദിണ്ടായ മതി. അപ്പോൾ ഗൈസ്, നമ്മൾ സർപ്രൈസ് ഉണ്ട് പറഞ്ഞില്ലേ, ഇതാണ് നമുക്ക് കിട്ടിയ സർപ്രൈസ്. നമ്മുടെ വളാഞ്ചേരി പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, സ്മൂത്ത് ഷോപ്പ്. വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങൾ കയ്യിൽ കിട്ടി, പ്രതീക്ഷിക്കാതെ. അതെ, എങ്ങനെയെന്ന് കൂടി പറഞ്ഞു കൊടുക്കേ. കഥ ഉണ്ടായില്ല. ഞങ്ങൾ 2 ദിവസം മുന്നേ 2 ദിവസം മുന്നെയാണ് ഈ ഷോപ്പ് ഓപ്പൺ ആയത്. ഉദ്ഘാടനത്തിന്റെ അന്ന് റംഷു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പൊ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് റംഷു വിളിച്ചത്. ഞങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങള് കൂട്ടുകാരനാണെന്ന് അന്ന് പറഞ്ഞു. ഞങ്ങളത് പിന്നന്ന് ഞങ്ങള് വീട്ടിൽ പോവാൻ നേരത്ത് എന്തായാലും തിരിച്ചു വരുമ്പോ ഒന്ന് ട്രൈ ചെയ്യണം വിചാരിച്ചു. പക്ഷെ ഇവിടെ വീട്ടിൽ നിന്ന് വിളി വന്നപ്പോഴത്തേന് ഇത് നമ്മളെ സ്ട്രോബെറിയും ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തല്ലേ. ഇതെന്താ? ഇത് കുനാഫയാണോ എന്താ അറിയില്ല, നമുക്ക് പൊട്ടിച്ചോക്കാം. ഇതാണ് അടുത്ത് സ്മോച്ചോന്റെ എന്താണ് പിസ്താ ഹസൽനട്ട് എന്താണ് നമ്മള് ഷോപ്പ് വരുന്ന വളാഞ്ചേരി ആരാമാളിന്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റ് സ്മോച്ചോ എന്ന് പറയും. കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പറയട്ടോ. സംഭവം കാണാൻ നല്ല ലുക്ക്. അപ്പൊ ഇതാട്ടോ നമ്മളെ റംഷുവിന്റെ കൂട്ടുകാരൻ കൊടുത്തയച്ചത്. ഇതിന്റെ പേര് പിസ്ത ഹസൽനട്ട് കേക്ക് അല്ലേ, എന്തോ കേക്ക്, എർത്ത് കേക്ക് എന്നൊക്കെയാണ് ഗൂഗിളിൽ കാണുന്നത്. ഗൂഗിൾ ചെയ്ത് വെക്കുക. ടേസ്റ്റ് കിട്ടോ? മറ്റേ സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലേ, മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. ഇതിന്റെ ഫ്ലേവർ വരുന്ന ഒരു സൈഡിൽ ചോക്ലേറ്റ് മിക്സ് ആക്കിയിട്ടുള്ളതും പിന്നെ ഒരു സൈഡിൽ പിസ്തയുടെ കേട്ടോ. ഇത് നമ്മൾ രണ്ടും പാടെ മിക്സ് ആക്കിയിട്ട് കഴിച്ചു നോക്കാം. രണ്ടും പാടെ മിക്സ് ആക്കി കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോക്ക് നമ്മൾ വളാഞ്ചേരി പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, സ്മൂച്ചോ, നമ്മുടെ യാരയുടെ ഓപ്പോസിറ്റ്. ഞാൻ അടുത്ത് ട്രൈ ചെയ്തോ കുനാഫ കേട്ടോ, എനിക്ക് ഫേവറേറ്റ് ആണ് കുനാഫ. ഇതിൻ്റെ അത്ര മധുരം ഇതിനില്ല കേട്ടോ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. പിസ്തയുടെ ഫ്ലേവറും
വൈറ്റ് ചോക്ലേറ്റ് തന്നെ ഞങ്ങൾക്ക് രണ്ടാമത് സ്വീറ്റ്സ് ഇഷ്ടമാണ്. അതാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടിയാൽ മതി. ഇത് പൊട്ടിയിട്ട് തന്നാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം. ഇപ്പൊ കഴിച്ച രണ്ടും അടിപൊളിയായിട്ട സംഭവം. നല്ല ക്രിസ്പിനെസ്സില്ലേ. പിന്നെ അടുത്തത് നമുക്ക് ഇതാക്കാം പിസ്ത ചോക്ലേറ്റ്. പിസ്ത എന്ന് പറയുന്നത് സ്ട്രോബെറി ചോക്ലേറ്റ് ആക്കാം. അതിന്റെ ഒരാൾ വന്നിരുന്നു, അതിന്റെ ഫാനോട് വന്നിരുന്നു. എൽസിന്റെ എവിടെ 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 എന്റെ എവിടെ എൽസിന്റെ സ്പൂൺ എവിടെ? കൊടുത്താ ട്രൈ ചെയ്ത് നോക്കട്ടെ. സ്ട്രോബെറി ചോക്ലേറ്റ് മിക്സ് ആക്കിയതോ. ഇതൊരു ക്ലാസ് ഉണ്ടായിരുന്നു മക്കൾ ഓരോന്ന് എന്നോട് വന്നെടുക്കാൻ ഒരു സ്പൂൺ ഇവിടെ. ഇതിനെ കുറിച്ച് ഞങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ സംഭവം. ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. ആഗ്രഹിച്ചപ്പത്തിന് സാധനം കയ്യിലെത്തി. അന്നേരം പറഞ്ഞിട്ടോ ഇത് മേടിക്കാൻ നമുക്ക് അവിടെ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തെ സാധനം എങ്ങനെയുണ്ട് എച്ചിനെ? ചോക്ലേറ്റ് കുടിച്ചിട്ട് എച്ച് എങ്ങനെയുണ്ട്? ഞങ്ങൾ മനസ്സ് വായിച്ചറിയാൻ ഞങ്ങളെ രണ്ട് മാപ്പിളാരെ കൊടുത്തിട്ടില്ല. റിയാസാക്ക എന്താ ഇനോഗ്രേഷൻ കഴിഞ്ഞ അപ്പൊ ഉടനെ അവിടെ എത്തിയിരുന്നു. എന്നിട്ട് കഴിച്ചിട്ടുണ്ട് പറയുന്നു. ഇന്നൊന്നും കൊണ്ടുവന്നേരില്ല. അതില്ല ജിദ്ദയെ കിടക്കുന്ന തരാന് ഈ വളാഞ്ചേരിന്ന് സാധനം കണ്ട് എത്താന്. അതൊക്കെ ഓരോ ഐഡിയ കേട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഫുഡേക്കിനൊക്കെ കഴിഞ്ഞു. ഇതിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഇപ്പൊ കഴിക്കാത്തവര് എന്തായാലും പോയി കഴിക്കണം. നല്ല ടേസ്റ്റ്. ഷോപ്പ് വരുന്നത് നമ്മളെ വളാഞ്ചേരി ആരാമാളുടെ ഓപ്പോസിറ്റ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ.